ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. അധികം ആർക്കും അറിയില്ലാത്തതും അധികം ആരും പോകാത്തതുമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അതിലെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട്ട് നിന്ന് വെറും 40 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വയലാട് എന്ന ഈ ഹിൽ സ്റ്റേഷനിലേക്ക്. ഞാൻ കോഴിക്കോട്ടും പയ്യന്നൂരും ഒക്കെ ഒരുപാട് ആളുകളോട് വയലടയെ പറ്റിയും അവിടുത്തെ വ്യൂ പോയിന്റിനെ പറ്റിയും ഒക്കെ ചോദിച്ചപ്പോൾ അവരാരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിശയം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം കോഴിക്കോട്ട് വന്നാൽ കണിശമായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ വയലട. ഈ കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്ററോളം ഹൈക്ക് ചെയ്ത് വേണം, അല്ലെ നടന്നിട്ട് വേണം നമ്മൾ ഇവിടുത്തെ മുള്ളൻപാറ വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. ഇപ്പൊ സപ്പോസ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ വരുന്ന ജീപ്പുകാരോടൊന്ന് പറഞ്ഞാൽ മതി, അവർ ഈ പാറയുടെ മുകളിൽ തന്നെ കൊണ്ട് നിർത്തും. എൻ്റെ ഹസ്ബൻഡിനെ പാറയുടെ മുകളിൽ കൊണ്ട് നിർത്തി, എന്നിട്ട് നമുക്ക് പയ്യെ അതിന്റെ മുകളിൽ കൊണ്ട് നടക്കുകയും ചെയ്യാം കേട്ടോ. മുള്ളു പോലെയുള്ള പാറയാണെന്നേ ഉള്ളൂ, പക്ഷെ നടക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഹൈക്കിംഗ് ഇഷ്ടമാണെങ്കിൽ 1.5 കിലോമീറ്ററോളം നടന്നു കയറുന്നു, അതൊരു രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഈ മുള്ളൻപാറയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പ്രകൃതി രമണീയത അവർണ്ണനീയമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ പെരുവണ്ണാമുഴി ഡാമും കക്കയൻ ഡാമും ഈവൻ കോഴിക്കോട് വരെ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിക്ക ദിവസവും ഈ വലിയ മലമുകളിനെ മൂടൽമഞ്ഞ് തട്ടിയൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ ഈ മൂടൽമഞ്ഞ് നാണിച്ച് മെല്ലെ വേറെ മേച്ചിൽത്തടങ്ങൾ തേടി പോകുന്നത് കാണാം. അപ്പോൾ താഴ്വാരവും അവിടുത്തെ പച്ചപ്പും ഐലൻഡും ഡാമും തടാകവും എല്ലാം ആരോ ക്യാൻവാസിൽ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ മൂടൽമഞ്ഞ് നീങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ശരിക്കും എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ. അങ്ങ് ദൂരെ കുറച്ച് മൂടൽമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കും പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ നിങ്ങൾക്ക് ഇത്തിരി പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയർ വേണമെങ്കിലും ഈ മുള്ളൻപാറയുടെ മുകളിൽ വന്നിരുന്ന് താഴോട്ട് നോക്കിയിരുന്നാൽ മാത്രം മതി. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾക്കൊരു സ്വർഗീയ നിർവൃതിയിൽ നമ്മളങ്ങ് ആഴ്ന്നിറങ്ങിപ്പോകും. ഇളം തണുത്ത മന്ദമാരുതന്റെ ആലിംഗനത്തിൽ അങ്ങനെ മനം മയങ്ങിയിരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കോടമഞ്ഞ് വൃക്ഷങ്ങളെ ഒരു കള്ളക്കാമുകൻ വന്ന് ചുംബിച്ചിട്ട് പോകുന്നത് പോലെ ചുംബിച്ചു പോകുന്നത് അങ്ങനെ നോക്കിയിരുന്നു പോകും. ഇത്ര കവിയല്ലാത്തവരെ കൊണ്ടും കവിത രചിപ്പിക്കും ഇവിടെ നമ്മൾ കുറച്ചു നേരം വന്നിരുന്നാൽ. പിന്നെ ഈ പാറയുടെ മുകളിൽ കുറെ ചാരി ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ മലമുകളിൽ കയറിയാൽ ആളുകൾക്ക് ഇറങ്ങിപ്പോരാൻ തോന്നത്തില്ല, അത്രയ്ക്കും ഭംഗിയാണ്. പിന്നെ അങ്ങേറ്റത്ത് ഏകദേശം ഒരു 100 അടിയോളം പൊക്കമുള്ള ഒരു പീക്കുണ്ട്. അതിൽ കയറണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ പരന്നു കിടക്കുന്ന പാറയുടെ മുകളിൽ ഇരുന്ന് താഴോട്ട് നോക്കിയാലുള്ള ഭംഗി അവിശ്വസനീയമാണ്. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് പോലും ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം സേഫ് ആണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ കോഴിക്കോട്ട് വരുന്നവരൊക്കെ ഈ വയലട വ്യൂ പോയിന്റും കൂടി ഒന്ന് കാണാനായിട്ട് മറക്കരുത് കേട്ടോ.